നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വഞ്ചിയെയാണ്. സാലിയേസി കുടുംബത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം സാലിക്സ് ടെട്രാസ്പെർമ എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ ജലവേതസ എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യ, ബർമ്മ തുടങ്ങിയ രാജ്യങ്ങളിലും ഉഷ്ണമേഖലാ പ്രദേശത്തും 8000 അടിയോളം ഉയരം വരുന്ന ആറ്റുതീരങ്ങളിലും നദീതീരങ്ങളിലുമാണ് ഇത് കൂടുതലായി വളരുന്നത്. കേരളത്തിലെ നിത്യഹരിത വനങ്ങളിലും ചതുപ്പ് പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും അർദ്ധഹരിത വനങ്ങളിലുമാണ് കേരളത്തിൽ വളരുന്നത്. ഇത് ചെറുതോ ഒരു തരം വലുപ്പം വരുന്നതോ ആയ ഒരു ഇലപ്പൊഴിയും ഇന്തോ മലേഷ്യൻ വനവൃക്ഷമാണ്. ഇതിൻ്റെ ഇലകൾ ഏകാന്തര ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഇലയുടെ പുറംഭാഗം നരച്ചിരിക്കുന്നുണ്ട്. ഇലകളുടെ അധരഭാഗം വീതി കുറഞ്ഞതും പിന്നെ അറ്റം കൂർത്തുമാണ് ഇരിക്കുന്നത്. ഇതിന് അനുപർണങ്ങളുണ്ട്. സെപ്റ്റംബർ തൊട്ട് ഡിസംബർ വരെയാണ് ഇത് പൂക്കുന്ന കാലം. ആൺ പെൺ പുഷ്പങ്ങൾ വ്യത്യസ്ത മരങ്ങളിലാണ് കണ്ടുവരുന്നത്. പെൺപുഷ്പങ്ങൾക്ക് പച്ച കലർന്ന മഞ്ഞ നിറവും ആൺപുഷ്പങ്ങൾക്ക് പച്ച നിറവുമാണ്. ഇതിലെ പുഷ്പങ്ങൾ കുലകളായി തിങ്ങി നിറഞ്ഞോ അല്ലാതെയോ കാണപ്പെടും. ഫലം പുടകമാണ്. ഫലത്തിൽ 4 മുതൽ 6 വരെ വിത്തുകളുണ്ട്. ഫലത്തിന് 2 മുതൽ 4 വരെ തുറവികളുമുണ്ട്. ഫലത്തിൽ ബ്രഷ് പോലുള്ള രോമങ്ങളുണ്ട്. അവ കൊഴിഞ്ഞു പോകുന്നതാണ്. മരപ്പട്ട ചാരം കലർന്ന് തവിട്ടു നിറത്തോടു കൂടിയതും ആഴത്തിൽ വിള്ളലുകളുള്ളതുമാണ്. ഇത് തോക്ക് പേടിക്കുള്ള കരിക്കല്ലാതെ വേറൊന്നിനും ഉപയോഗിക്കുന്നില്ല. ഇതിൻ്റെ ഇളം തണ്ടുകൾ കൊട്ടമടയുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് വെട്ടിയാൽ പൊടിച്ചു വരും. തണ്ടു നട്ടും ഇത് വളർത്താവുന്നതാണ്. ഇതിൽ ടാനിൻ എന്ന രാസഘടകം അടങ്ങിയിട്ടുണ്ട്. പ്രകാശാർത്തിയായ ഈ വൃക്ഷം തണുപ്പ് കാലത്ത് നന്നായി വളരുമെങ്കിലും വരൾച്ച ഇതിന് തീരെ പഥ്യമല്ല. തൊലി, വേര്, തളിര് എന്നിവയാണ് ഗ്രാഹ്യഭാഗം. കുഷ്ഠം, അർശസ്, വ്രണം, യോനിരോഗം, വിസർപ്പം എന്നിവയ്ക്കെല്ലാം ഇവ ഉത്തമ ഔഷധമാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിവരിക്കുന്നതാണ്. വഞ്ചി അല്ലെങ്കിൽ വന്നി എന്ന് പറയും. ഇത് വാതപിത്ത ശമനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേര് കഷായം വെച്ച് കഴിഞ്ഞാൽ അത് ഈ കുഷ്ഠശുത്രാദികൾ വ്രണങ്ങളിലെല്ലാം അകത്തേക്കും കൊടുക്കാം, പുറത്തേക്കും കഴിക്കാം. പിന്നെ യോനി രോഗത്തിന് ഇതിൻ്റെ കഷായം കഴുകാൻ കൊടുക്കാം, അകത്തേക്കും കൊടുക്കാം. പിന്നെ ഈ രക്തപിത്തം, ചുട്ടുനീറ്റൽ ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ ഈ വന്യയുടെ കഷായം വെച്ചിട്ട് പുറമേ ധാരയും ചെയ്യുക, അകത്തേക്കും കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ഫലമാണ്.